ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ബിസ്മി ഹോപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ശംഖുപുഷ്പം പൂവ് പല വിധത്തിൽ ഉപയോഗിക്കുന്നത് യൂട്യൂബിൽ സ്കോഷ് ജ്യൂസ് തിളപ്പിച്ചുള്ള കുടിക്കണം, നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഒത്തിരി വീഡിയോകളൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ട്. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഒരു 8-10 വർഷമായിട്ട് ഞാനിതിൻ്റെ വെള്ളം ഇങ്ങനെ ഒരു 3 പൂ പറിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെയാണ് ഇത് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഓരോരുത്തർക്കും, പണ്ടൊക്കെ നമ്മുടെ കാട്ടിൽ വെട്ടിക്കളയണ സാധനമായിരുന്നു, വഴിയരികത്തൊക്കെ നിറച്ച് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരും വീടുകളിൽ ഭയങ്കര പ്രിയപ്പെട്ടതായിട്ട് നട്ട് വളർത്തിയിട്ട് 2 പൂ തന്നെ ഭയങ്കര സ്വർണ്ണം കൈകാര്യം ചെയ്യണ പോലെയാണ് ഇപ്പോൾ ആൾക്കാർ ഈ പൂവ് തിളപ്പിച്ചൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ തിളപ്പിച്ച് കുടിക്കാറുണ്ട്. ഞാനിപ്പോൾ ഒത്തിരി പോയിട്ട് അയൽവാസികൾക്കൊക്കെ കൊടുക്കട്ടെ. എൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. എനിക്ക് എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ 2-3 വീട്ടുകാർക്ക് കൊടുത്തിട്ട് ഞാൻ എന്ത് സാധനം ഉപയോഗിക്കാറുള്ളത്. അതെൻ്റെ കുഞ്ഞുനാൾ തൊട്ടൊരു ശീലമാണ്. അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ, ഞാനും ഇത്രയും നാൾ ഈ പൂവിനിങ്ങനെ പറിച്ചുകൊണ്ടുവന്ന് അങ്ങനെ തന്നെ കഴുകിയിട്ട് വെള്ളത്തിലേക്ക് ഇടും, തിളപ്പിച്ച് കുടിക്കുക, അങ്ങനെ ചെയ്യണത്. പക്ഷേ ഇന്ന് ഈ പൂവ് എടുത്തുകൊണ്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, നമ്മൾ ഹെൽത്തിന് വേണ്ടി കഴിക്കുന്നത് നാളെ നമ്മുടെ ഹെൽത്തിന് തന്നെ ഒരു ചെറിയ പണി കിട്ടിയാലും. കാരണം ഇതിങ്ങനെ കാടായിട്ട് വളർന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ചിലപ്പം കുഞ്ഞി വല്ല വിഷം കൂടിയ എട്ടുകാലിയോ വേറെ എന്തെങ്കിലും ചെറിയ പ്രാണിയോ ജീവികളോ ഒക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അങ്ങോട്ട് കുടിക്കും. പക്ഷെ അപ്പം തന്നെ എഫക്റ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കഴിയുമ്പോൾ വയറ്റിളക്കോ ഛർദിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. നമുക്ക് എന്തിൽ നിന്നാണ് വന്നതെന്ന് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, നിങ്ങൾ ആരെങ്കിലും ഈ പൂ തിളപ്പിക്കണമെങ്കിൽ നമ്മൾ ഈ ഞെട്ടിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ പച്ച വശം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കണ്ടോ, ഞാനിപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അങ്ങനെ പൂവ് ഓരോന്നിങ്ങനെ എതിള മാത്രമായിട്ട് ക്ലീൻ ചെയ്തിട്ടാ. അപ്പോൾ ഈ വശത്താണ് കൂടുതലും ജീവികൾ ഇതിൻ്റെ ഉള്ളിലിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനിങ്ങനെ ഒന്ന് കിള്ളിക്കളയുക. കണ്ട, അതിനിങ്ങനെ കിള്ളിക്കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകുന്നൊക്കെ നമ്മൾ വിടത്തി നോക്കി കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കട്ടോ. കാരണം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ വിഷാംശം ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളത്. കാരണം അറിയാലോ എൻ്റെ ലൈഫ്. അപ്പോൾ എനിക്ക് ഒറ്റക്കൈ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് തീർത്ത് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി തൊട്ട് എല്ലാവരും, കാരണം ഇത് ഒത്തിരി ഞാൻ യൂട്യൂബ് കണ്ടിട്ടുണ്ട്, വളരെ പഠിപ്പുള്ളവരും പ്രശസ്തരായിട്ടുള്ളവരും ഡോക്ടേഴ്സ് വരെ ഇതിൻ്റെ വീഡിയോയ്ക്ക് ഇങ്ങനെ ചൂടുവെള്ളത്തിലേക്ക് പൂവ് നേരിട്ടിട്ട് കുടിക്കണതും ഇങ്ങനെ പൂവ് തിളപ്പിച്ച് കുടിക്കണ ഊറ്റണൊക്കെ. പക്ഷേ ആരും